RMP നേതാവ് ഹരിഹരന്റെ വീടിനു നേരെയുണ്ടായ ആക്രമണത്തെ രാഷ്ട്രീയായുധമാക്കാൻ UDF. KK ശൈലജയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മുഖം നഷ്ടപ്പെട്ട UDF ബോംബേറിനെ ഉപയോഗിച്ച് പ്രതിരോധം തീർക്കാനാണ് ശ്രമിക്കുന്നത്. ബോംബേർ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് UDFന്റെ ആരോപണം. KK ശൈലജയ്ക്കും മഞ്ജു വാര്യർക്കുമെതിരെ RMP നേതാവ് KS ഹരിഹരൻ നടത്തിയ ലൈംഗിക അധിക്ഷേപ പ്രസംഗം വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. പൊതുസമൂഹം ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ച് മുന്നോട്ട് വന്നപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ UDF പ്രതിസന്ധിയിലായി. വിവാദ പ്രസംഗത്തിൽ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രശ്നം അവസാനിച്ചില്ല. VD സതീശനും ഷാഫി പറമ്പിലുമൊക്കെ വിമർശനത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രി ഹരിഹരന്റെ വീടിനു നേരെ ബോംബേറുണ്ടാകുന്നത്. അതുപയോഗിച്ച് പ്രതിരോധം തീർക്കാനാണ് RMPയും UDFും ഇപ്പോൾ ശ്രമിക്കുന്നത്. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണ് ഹരിഹരന്റെ വീടിനു നേരെയുണ്ടായ ആക്രമണമെന്നാണ് RMPയുടെ വാദം. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ അറിവോടെയാണിതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഒരു കണ്ണൂർ മോഡൽ ഇടപെടലാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. പി മോഹൻ പറയുകയാണ് മാപ്പ് കൊണ്ട് അവസാനിക്കില്ല. മാപ്പ് കൊണ്ട് അവസാനിക്കുന്നില്ല ഇല്ല എന്ന് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട നേതാവ് മാപ്പ് കൊണ്ട് അവസാനിക്കില്ല എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഇന്നലെ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഹരിഹരന്റെ വീട്ടിൽ നേരെ നടന്ന ബോംബേർ. അത് ഇതും കൂട്ടി വായിക്കണം. ചില CPM സംഘടനകളും ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഈ നിലയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രതികരണം. ഹരിഹരന്റെ വീട്ടിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിന് ഉത്തരവാദി CPM ആണ്. മോഹൻ മാഷ് പറഞ്ഞതും ബോംബ് സ്ഫോടനവും കൂടി കൂട്ടി വായിക്കണം. ഹരിഹരന്റെ വീട്ടിലെറിഞ്ഞ ബോംബ് തലശ്ശേരിയിലോ പാനൂരിലോ കൂത്തുറമ്പിലോ ഉണ്ടാക്കിയാണ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്റെ വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ DYFI CPM പ്രവർത്തകർക്കെതിരെ ഹരിഹരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഹരിഹരന്റെ പ്രസംഗത്തിനെതിരെ DYFI വീണ്ടും രംഗത്തെത്തി. ജനം, കോഴിക്കോട്.